കെട്ടെടുത്ത ജഗ്ഗു ഒരു നീല വിശറി കൊണ്ട് വീശിയപ്പോൾ അയാളുടെ മൂക്ക് വലുതായി. പേടിച്ച് അയാൾ സഞ്ചിയിലെ വെള്ള വിശറി എടുത്ത് വീശിയപ്പോൾ മൂക്ക് പഴയതുപോലെയായി. ജഗ്ഗുവിന് മനസ്സിലായി നീല നീട്ടുമെന്നും വെള്ള ചെറുതാക്കുമെന്നും. വീട്ടിൽ പോയി ഈ കാര്യം ഭാര്യയോടും പിള്ളേരോടും പറഞ്ഞു. മോള് 2 വിശറിയും വീശി നോക്കിയപ്പോൾ ദേ മൂക്ക് നീണ്ടു പിന്നെ ചെറുതായി. ഇതുകൊണ്ട് ജന്മിയുടെ കടം എങ്ങനെ വീട്ടാമെന്ന് അവർ ആലോചിച്ചു. ആ സമയം 2 വിശറികളും പുറത്തേക്ക് പറന്നുപോയി. അതേസമയം അത്യാഗ്രഹിയായ ജന്മിയുടെ പിറന്നാൾ ആഘോഷം നടക്കുകയായിരുന്നു. അയാള് ഒരുപാട് സമ്പന്നരെയും ഉന്നതരെയും ഒക്കെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു മാന്ത്രികൻ പ്രത്യക്ഷപ്പെട്ട് നീല വിശറി വീശി ജന്മിയുടെ മൂക്ക് നീട്ടി. അയാൾ പേടിച്ചു. അവിടെയുള്ള എല്ലാ പ്രമാണികളും പേടിച്ചോടി. ആ നാട്ടിലെ വലിയ വൈദ്യന്മാര് വരെ നോക്കിയിട്ടും അയാളുടെ മൂക്ക് പഴയതുപോലെ ആയില്ല. ആരാണോ മൂക്ക് ശരിയാക്കുന്നത് അവർക്ക് സ്വർണവും വെള്ളിയും സമ്മാനമായി നൽകുമെന്ന് ജന്മി വാഗ്ദാനം ചെയ്തു. അപ്പോഴാണ് മാന്ത്രികൻ ജഗ്ഗുവിന് വിശറികൾ തിരികെ കൊണ്ടുവച്ചത്. വിശറി കണ്ട ജഗ്ഗു വിവരം ജന്മിയെ അറിയിച്ചു. നടന്ന കഥകളും പറഞ്ഞ് അയാളുടെ മൂക്ക് ശരിയാക്കി കൊടുത്തു. വാഗ്ദാനം പാലിക്കാതെ ജന്മി വിശറികൾ പിടിച്ചു വാങ്ങിയിട്ട് മൂക്ക് വീണ്ടും വലുതാക്കി കളിച്ചു തുടങ്ങി. അത് നീണ്ടു മേഘങ്ങൾ കടന്ന് സ്വർഗത്തിലെ യമരാജന്റെ അടുത്തെത്തി. അവരാ മൂക്ക് പിടിച്ച് അവിടത്തെ തൂണിൽ കെട്ടിയിട്ടു. പരമാവധി വലുതായപ്പോൾ ജന്മി വെള്ള വിശറി കൊണ്ട് അത് വീശിയപ്പോൾ മൂക്കിന്റെ മറ്റേ അറ്റം തൂണിൽ കെട്ടിയിരിക്കുന്നതിനാൽ അയാൾ മുകളിലേക്ക് പോയി. സ്വർഗം കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ജന്മിയെ ഇഷ്ടപ്പെടാത്ത യമരാജന് ആ കെട്ട അഴിച്ചു വിട്ടു. ആകാശത്തെത്തിയ ജന്മി ദേ താഴെ വീണ് മരിച്ചു.